നീ തട്ടിപ്പ് നടത്തിയതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇനി നിനക്ക് എന്നാ പറയാനുള്ളതെന്ന് വെച്ചാൽ അതുകൂടെ പറഞ്ഞാൽ നമ്മുടെ പണിയെല്ലാം എളുപ്പം തീരും. ഫിസിക്കലായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടാകാണ്. അതിൽ നമുക്ക് ശരീരം വേദനിക്കുകയാണ്. എന്നിട്ട് എൻ്റെ ശരീരം വേദനിച്ചു. എനിക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നം എൻ്റെ ശരീരം വലിച്ചോ ഉലച്ച് ഞാൻ അപ്പോഴത്തേക്ക് എനിക്ക് വേദന ആയി. ചെവിയുടെ എനിക്ക് ആദ്യം ഞാൻ നോക്കിയത് എനിക്ക് ചെവിയുടെ അവിടെ നിന്ന് എന്തോ ഫ്ലോ ചെയ്യുന്നില്ല തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ബ്ലഡ് വല്ലാണോ. പിന്നെ എനിക്ക് ഈ ചെവിയും ഈ ഭാഗവും വേദനിക്കാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ് രണ്ടുപേരും ഇപ്പോൾ ഇങ്ങനൊരു കള്ളം പറയുന്നത്? മന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ ആയുധം കൊണ്ട് ആക്രമിച്ചിട്ടില്ല എന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ മൊഴി. ഓളുടെ മൊഴി മുഴുവനും ഞാൻ കാണുന്ന മാംഗല്യം സീരിയലിന്റെ കഥയാണ്. ഓൾ നമ്മളെല്ലാം പറ്റിച്ചാണ് സാറേ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രിക്ക് സുരക്ഷ ഒരുക്കിയ പോലീസുകാരാണ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. രണ്ടാഴ്ചയായി ജയിലിൽ കഴിയുന്ന KSU ജില്ലാ നേതാക്കൾക്ക് ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവിലാണ് നിർണായക വിവരങ്ങൾ. തട്ടിപ്പാണല്ലേ? കണ്ണൂർ ടൗൺ സ്റ്റേഷനിലെ 3 പോലീസുകാരുടെ മൊഴിയിൽ KSU പ്രവർത്തകർ കരിങ്കടി ഉപയോഗിച്ചതല്ലാതെ ആയുധം കൊണ്ട് ആക്രമിച്ചതായില്ല. മന്ത്രിയെ ആക്രമിച്ചതിന് തെളിവില്ല. സ്ഥലത്ത് കരിങ്കൊടി പ്രതിഷേധവും ഉന്തും തള്ളും മാത്രമാണ് ഉണ്ടായത് എന്നാണ് പോലീസുകാരുടെ മൊഴി. എന്തിനു വേണ്ടിയാണ് ഊതിപ്പെരുപ്പിച്ച് ഇങ്ങനൊരു കേസ് ഫ്രെയിം ചെയ്യുന്നത്? മന്ത്രിക്ക് പരിക്കേറ്റതിന്റെ രേഖകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയില്ല. എന്റെ ഐഡിയ പോയി. നിന്റെ ഐഡിയ നിന്നെ ഞാൻ പട്ടി